വാർത്തകൾ തുടരുന്നു. വിധിയുടെ മുന്നിൽ പകച്ചു നിൽക്കാതെ ജീവിതം തിരിച്ചുപിടിച്ച് അനീഷ് മേനോൻ. 21 വയസ്സിൽ റെയിൽവേ പാളത്തിലുണ്ടായ അപകടത്തിൽ ഇടതുകൈയും വലതുകാലും നഷ്ടപ്പെട്ട അനീഷ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ മികച്ച പരിശീലകനുള്ള അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. അപൂർവ രോഗം ബാധിച്ച കാഞ്ഞിരപ്പള്ളി സ്വദേശി അമ്പിളി ഫാത്തിമയുടെ ചികിത്സാ ധനസഹായ സമാഹരണത്തിന്റെ ഭാഗമായി മണിമല കാർദിനാൽ പബ്ലിക് പടിയറ സ്കൂളിൽ ക്ലാസ് എടുക്കാനെത്തിയതായിരുന്നു അനീഷ് മേനോൻ. മണിമല കാർഡിനൽ പടിയറ പബ്ലിക് സ്കൂളിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ക്ലാസ് എടുക്കാമെന്ന അനീഷ് മേനോന്റെ ജീവിതാനുഭവങ്ങൾ കുട്ടികൾക്ക് നവ്യാനുഭവമായി. വിധിയുടെ മുന്നിൽ പകച്ചു നിൽക്കാതെ നിശ്ചയദാർഢ്യത്തോടെ ജീവിതം തിരിച്ചുപിടിക്കണമെന്ന് സ്വന്തം ജീവിതാനുഭവത്തെ സാക്ഷ്യമാക്കിയാണ് അനീഷ് മേനോൻ വിദ്യാർത്ഥികളോട് പറഞ്ഞത്. പാലാ പോളിടെക്നിക്കിൽ നിന്നും ഇൻസ്ട്രുമെന്റേഷനിൽ 4ാം റാങ്കോടെ ഡിപ്ലോമ നേടിയ ഉടനെയായിരുന്നു 21-കാരനായ കോട്ടയം വില്ലൂന്നി സ്വദേശി അനീഷ് മേനോനെ അപകടമുണ്ടാവുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പാളം മുറിച്ചു കിടക്കുന്നതിനിടയിൽ കാലുവഴുതി വീണ അനീഷിന്റെ വലതുകൈയും ഇടതുകാലും ട്രെയിൻ കയറി നഷ്ടപ്പെട്ടു. എന്നാൽ വിധിയെ പഠിച്ച് ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടാൻ തയ്യാറാവാതെ വിധിയോട് പൊരുതാൻ തീരുമാനിച്ച അനീഷിന്റെ നിശ്ചയദാർഢ്യം ജീവിതം മാറ്റിമറിച്ചു. വലതുകൈയും ഇടതുകാലും കൃത്രിമമായി വെച്ചുപിടിപ്പിച്ച അനീഷ് വളരെ വേഗം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൗൺസിലിംഗിൽ പരിശീലനം നേടിയ അനീഷ് മേനോൻ ഇന്ന് അറിയപ്പെടുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കൗൺസിലറാണ്. നിങ്ങൾക്ക് പാടാൻ കഴിവുണ്ടെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കണം, വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കണം. ഇതൊന്നുമല്ല, ആൾക്കാരോട് ഇടപെടാനാണ് കഴിവെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തിരിക്കണം. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇത് ഇംപ്രൂവ് ചെയ്ത് വലിയ ലക്ഷ്യം വെച്ചിട്ട് ഇറങ്ങാറുള്ളൂ. വലിയ ലക്ഷ്യം വെച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ ഈസിയായിട്ട് നേടാൻ പറ്റും. കൃത്രിമ കാലും കയ്യും ഉപയോഗിച്ച് ഡ്രൈവിംഗ് പഠിച്ച അനീഷ് കാറും ബൈക്കും ഓടിക്കും. സംസ്ഥാന സർക്കാർ 2014 മികച്ച കൗൺസിലർക്കുള്ള അവാർഡ് നൽകി അനീഷ് മേനോനെ ആദരിച്ചിരുന്നു. ഇക്പായ് എന്ന പരിശീലന സംഘടനയുടെ ദേശീയ സംഘാടകനും പരിശീലകനുമാണ് അനീഷ് മേനോൻ. ക്യാമറാമാൻ ജയേഷ് ആലപ്രയ്ക്കൊപ്പം സുരേഷ് മൈലാട്ടുപാറ, ക്യാബിനറ്റ് ന്യൂസ്, മല്ലപ്പള്ളി.